ഇമാരത്ത് കാണുമ്പോ ഞങ്ങൾ ഒരാളുടെയും മനസ്സിൽ പോരില്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ റമളാനിനെ സ്വീകരിച്ചിരുന്നത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ ഉദ്ധരണി കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിൽ പോര് വെച്ചിട്ട് ഞങ്ങൾ റമളാനിനെ സ്വീകരിക്കുന്നവരായിരുന്നില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, പല മഹാന്മാരും ശഅബാനായി കഴിഞ്ഞാൽ അവിടെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അന്ന് മുതലേ റെഡിയായിട്ട് ഇരിക്കുന്നവരായിരുന്നു എന്ന് കാണാൻ കഴിയുമല്ലോ. വളരെ മുമ്പ് തന്നെ, 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണല്ലോ, അല്ലാഹുമ്മ ബാരിക് ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ, വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആർക്കുമ്പോ വിശുദ്ധമായ റമളാനിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തുമ്പോ നമ്മൾ ഒരു ഒരുക്കവും നടത്തിയിട്ടില്ലെങ്കിൽ പരാജയപ്പെട്ടു പോവുകയില്ലേ? നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഖൈറാത്തു സലാം. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള നല്ല കർമ്മങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഏതൊക്കെ എന്ന് വിശദീകരിക്കുകയാണ്. 1 ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള വിശ്വാസമാണ്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അല്ലാഹുവിനുള്ള വിശ്വാസമാണ്. ദീനിനെ കുറിച്ചുള്ള നല്ല ജ്ഞാനം ഉണ്ടാവലാണ്, ദീനിനെ കുറിച്ചുള്ള നല്ല ജ്ഞാനമുണ്ടാവലാണ്, നല്ല അറിവ് ദീനിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കലാണ്. നമുക്കറിയുമല്ലോ, പള്ളികളിൽ അത്യാവശ്യ കാര്യങ്ങൾ ഉസ്താദുമാര് പറഞ്ഞു തരുമല്ലോ. നമ്മളിൽ അധിക ആളുകളും ഇഖാമത്ത് കൊടുക്കുമ്പോഴേ എണീറ്റ് നിൽക്കുന്നവരാണല്ലോ. എപ്പോഴാണ് ഇമാമത്തിന് വേണ്ടിയിട്ട്, ഇഖാമത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോ എപ്പോഴാണ് എണീറ്റ് നിൽക്കേണ്ടത് എന്ന ഉലമാക്കൾ പഠിപ്പിക്കുമ്പോ നമ്മളത് ചെവിക്കൊള്ളാറില്ല. ഇടത് കൈകുത്തിയിട്ട് ഇരിക്കരുതേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുന്നവരാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇമാം ആമീൻ പറഞ്ഞ് ഇമാം ആമീൻ പറയുമ്പോഴാണ് മഅ്മൂം ആമീൻ പറയേണ്ടതെന്ന് പറഞ്ഞു തരുമ്പോ വലല്ലാഹീൻ കഴിയുന്നതിന് മുമ്പ് ആമീൻ തുടങ്ങുന്നവരാണ് നമ്മള്. ദുആ കഴിഞ്ഞിട്ട് ഇമാം മിഹ്റാബിൽ നിന്ന് എണീറ്റതിന് പറയുകയാണ് മഅ്മൂം എണീക്കേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോ റബ്ബന ആതിന പറയുമ്പോഴേക്ക് പള്ളിയുടെ ഗേറ്റ് കടന്നു പോകുന്നവരാണ് നമ്മളുള്ളത്. അങ്ങനെ മൈന്യൂട്ടായ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇന്നൽ ഉമൂറ ദഖീഖഹാ മിമ്മാ യഹീജു ലഹുൽ അളീം. ചെറിയ പല കാര്യങ്ങളുണ്ടല്ലോ, അതാണ് തിരമാലകളെ പോലെ വലിയ സാന്നിധ്യം ഉണ്ടാക്കുന്നത് എന്ന് ഒരു അറബി കവി നമ്മെ പഠിപ്പിക്കുമ്പോ എത്ര ചെറിയ കാര്യമായാലും ശരി അതെല്ലാം നല്ലവണ്ണം നിർവഹിക്കുന്നവരായിട്ട് നമ്മൾ നിലകൊള്ളണേ. അതാണ് അൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ വിവരമുണ്ടാവലാണ്. ഇനി മൂന്നാമത്തതോ വസ്സൗജതു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ ഒരാൾക്കുണ്ടായാൽ അയാളുടെ ജീവിതത്തിൽ ഖൈറുണ്ട് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനിയോ അലി തങ്ങൾ വീണ്ടും പറയുന്നു, ആ ഖൈറാത്തുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഷർറുകൾ ഉണ്ടാവുമല്ലോ, അത് ഏതാണ് ഈ പറഞ്ഞതിന് നേരെ വിപരീതമാണ്. ഒന്ന് അല്ലാഹുവിനെ വിശ്വസിക്കലാണ്, മറ്റൊന്നോ ദീനുമായിട്ട് ബന്ധമില്ലാതെ അവനെ കുറച്ചു ദൂരെ നടക്കലാണ്. മൂന്നാമത്തത് സ്വാലിഹത്തല്ലാത്ത പെണ്ണൊരു ഭാര്യയായിട്ട് വരലാണ്. അവൾ ഒരു കാര്യത്തിലും സമ്മതിക്കൂല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട
പുറപ്പെടുമ്പോ അത് വേണ്ട മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുന്നവരാണ്. റിസാലത്തുൽ ഖുശൈരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഒരു ശൈഖ് അവറുകൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്, ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പറയുകയാണ്. ആ സമയത്ത് ശൈഖ് അവറുകൾ പറയുകയാണ്, ഒരാളൊരു നല്ല കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാളെ 40 പിശാചുക്കൾ പരാജയപ്പെടുത്തുന്നതാണ്. ഒരു നല്ല കർമ്മം ഒരാൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ 40 പിശാചുക്കൾ അയാളെ വന്നുകൊണ്ട് തടയുന്നതാണ്. ഇത് കേട്ടപ്പോ ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ച് അയാള് ആ ക്ലാസ്സിൽ നിന്ന് എണീറ്റ് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ക്ലാസ്സിലേക്ക് തന്നെ അയാൾ വന്നിരുന്നപ്പോ ശൈഖ് അവറുകൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ക്ലാസ് കുറച്ചു കഴിഞ്ഞപ്പോ എണീറ്റ് പോവുകയും പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തത് എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ 40 പിശാചുക്കൾ അയാളെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പ്രാക്ടീസ് ആക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാ. അപ്പൊ ശൈഖ് ചോദിച്ചു, എന്തുണ്ടായി? അപ്പൊ പറയാണ്, ഞാന് വീട്ടിൽ കുറച്ച് ഗോതമ്പുണ്ടായിരുന്നു, ആ ഗോതമ്പ് പാവങ്ങൾക്ക് കൊടുക്കുക എന്നൊരു നല്ല പണിക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് തോളില് വെച്ചിട്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. 40 പിശാചുക്കളെയും ഞാൻ പരാജയപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തെത്താൻ നിന്നപ്പോഴാണ് വീടിന്റെ ഒരു സൈഡിൽ നിന്ന് എന്റെ ഭാര്യ വന്നിട്ട് എവിടേക്ക് ഞങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാനിത് പാവങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ ഇത് കൊണ്ടുപോയാൽ മക്കൾക്ക് എന്ത്, നമുക്കെന്ത് എന്നൊക്കെ പറഞ്ഞ് കശപിശ കൂടി എന്നോട് കശപിശ കൂടിയപ്പോ ഞാനും അവളും തമ്മിൽ വാക്ക് തർക്കങ്ങൾ കഴിഞ്ഞ് കയ്യാങ്കളിയിലായി. അവസാനം ചാക്ക് കീറി പൊളിഞ്ഞ് ധാന്യങ്ങൾ മുഴുവനും നിലത്തുപോയി. 40 പിശാചിനെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും അവിടെ മാതാവിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. റിസാലത്തുൽ ഖുശൈരിയയിൽ കാണാം സൂഫിയാക്കൾ എഴുതി വെച്ച കാര്യങ്ങൾ.